വാർത്തകൾ തുടർന്നു. GST സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ അനിൽ ശങ്കർ വ്യാജരേഖ ചമച്ച് സ്ഥാനക്കയറ്റം നേടിയതിൽ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടും നടപടിയില്ലാതെ പൂഴ്ത്തിയതിന്റെ തെളിവുകൾ റിപ്പോർട്ടറിന്. സ്ഥാനക്കയറ്റം നേടിയതിന് തെളിവ് ഹാജരാക്കാതിരുന്നിട്ടും ഉദ്യോഗസ്ഥനെതിരെ ക്രിമിനൽ നടപടി സ്വീകരിച്ചില്ല. നേരത്തെ ഡെപ്യൂട്ടി കമ്മീഷണറുടെ റിപ്പോർട്ടിൽ നടപടിയെടുക്കാതിരുന്നത് റിപ്പോർട്ടർ വാർത്തയാക്കിയിരുന്നു. വകുപ്പ് തല നടപടി മാത്രം ശുപാർശ ചെയ്യാൻ കഴിയുന്ന അന്വേഷണം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. റിപ്പോർട്ട് ഫോളോ അപ്പ്. ആശ്രിത നിയമനത്തിലൂടെ നികുതി വകുപ്പിൽ LD ക്ലർക്കായി ജോലിയിൽ പ്രവേശിച്ച അനിൽ ശങ്കറിന് സ്ഥാനക്കയറ്റം കിട്ടാൻ വകുപ്പ് തല പരീക്ഷകൾ പാസ്സാവണം. ഇതിൽ 2 എണ്ണം പാസ്സായതിന് തെളിവില്ല. ഹാജരാക്കിയ BCom ബിരുദ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് യൂണിവേഴ്സിറ്റി തന്നെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ എന്നിട്ടും അനിൽ ശങ്കർ UD ക്ലർക്കും ഇൻസ്പെക്ടറും കഴിഞ്ഞ് സ്റ്റേറ്റ് ടാക്സ് ഓഫീസറായി നികുതി നിർണയവും തുടങ്ങി. സ്ഥാനക്കയറ്റം വ്യാജമായി നേടിയതാണെന്ന പരാതിയുമെത്തി. ഡെപ്യൂട്ടി കമ്മീഷണർ വിശദമായി അന്വേഷിച്ചു. സ്ഥാനക്കയറ്റം നേടാനുള്ള രേഖകൾ ഹാജരാക്കിയില്ലെന്ന് റിപ്പോർട്ടും കൊടുത്തു. അത് നടപടിയില്ലാതെ പൂഴ്ത്തി. വീണ്ടും അന്വേഷണം. ജോയിന്റ് കമ്മീഷണറുടെ അന്വേഷണത്തിലും കണ്ടെത്തൽ അനിൽ ശങ്കറിന് എതിരായിരുന്നു. പിന്നീട് GST കമ്മീഷണർ നേരിട്ട് ചാർജ് മെമ്മോ തന്നെ കൊടുത്തു. പക്ഷേ എന്നിട്ടും അനിൽ ശങ്കറിന് ഹാജരാക്കാൻ രേഖകൾ ഉണ്ടായിരുന്നില്ല. ഇത്രയൊക്കെ ആയിട്ടും അനിൽ ശങ്കറിനെതിരെ വ്യാജരേഖ ചമച്ചതിന് ക്രിമിനൽ കേസ് പോലും ഇതുവരെ രജിസ്റ്റർ ചെയ്തില്ല. പകരം വെറും വകുപ്പ് തല അച്ചടക്ക നടപടി മാത്രമെടുത്ത് അനിൽ ശങ്കറിനെ രക്ഷിക്കാനുള്ള നീക്കമാണ് അണിയറയിൽ സജീവമായി നടക്കുന്നത്. 1 മാസത്തിനകം പൂർത്തിയാക്കാൻ പറഞ്ഞുള്ള അന്വേഷണമാണെങ്കിലും മാസം 3 കഴിഞ്ഞു. റിപ്പോർട്ടുമില്ല, നടപടിയുമില്ല. അനിൽ ശങ്കർ യഥേഷ്ടം ഉന്നത പദവിയിൽ തുടരുകയാണിപ്പോഴും. അടുത്ത വർഷം മെയ് 31-ന് അനിൽ ശങ്കർ സർവീസിൽ നിന്ന് വിരമിക്കും. അതുവരെ ഈ അന്വേഷണം ഇങ്ങനെ തുടരുമെന്ന കാര്യം ഉറപ്പായി. കോൺഗ്രസ് അനുകൂല സംഘടനയിൽ നിന്ന് ഭരണാനുകൂല സംഘടനയിലെത്തിയ അനിൽ ശങ്കറിനെ സർക്കാരും സംവിധാനങ്ങളും സംരക്ഷിക്കുകയാണ്. റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. TV പ്രസാദ് ചേരുന്നു. TV പ്രസാദ്, നടപടികൾ എടുക്കാതെ പോയതിന് കാരണമെന്ന്? നികേഷ്, ഇപ്പോൾ വാർത്തയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഡെപ്യൂട്ടി കമ്മീഷണറുടെ അന്വേഷണ റിപ്പോർട്ടാണ് പുറത്തുവിട്ടതെങ്കിൽ ജോയിന്റ് കമ്മീഷണറും സമാനമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു എന്നുള്ളതിൻ്റെ രേഖകളാണ് ഇന്നിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത്. അതായത് ഡെപ്യൂട്ടി കമ്മീഷണറുടെ അന്വേഷണ റിപ്പോർട്ട് എന്നുള്ളത് മതിയായ രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞിരുന്നില്ല സ്ഥാനക്കയറ്റം നേടാൻ എന്നുള്ളതാണ്. BCom ബിരുദം വ്യാജമാണെന്ന് സർവകലാശാല തന്നെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ വകുപ്പ് തല പരീക്ഷയ്ക്ക് വേണ്ട ഡോക്യുമെൻ്റ് ഹാജരാക്കാനും അനിൽ ശങ്കറിന് കഴിഞ്ഞിരുന്നില്ല. അതിന് പിന്നാലെയാണ് ജോയിന്റ് കമ്മീഷണറും അന്വേഷണം നടത്തിയത്. ജോയിന്റ് കമ്മീഷണറുടെ അന്വേഷണത്തിലും മതിയായ രേഖകൾ ഹാജരാക്കാൻ അനിൽ ശങ്കറിന് കഴിഞ്ഞിരുന്നില്ല. അത് കണ്ടെത്താൻ ജോയിന്റ് കമ്മീഷണറും കഴിഞ്ഞിരുന്നില്ല. അതിന് പിന്നാലെയാണ് GST കമ്മീഷണർ തന്നെ ചാർജ് മെമ്മോ കൊടുത്തത്. അതിൽ പോലും രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇത്രയേറെ നടപടികൾ ഉണ്ടായിട്ടും അനധികൃതമായി വ്യാജരേഖകൾ ചമച്ചാണ് അനിൽ ശങ്കർ LD ക്ലർക്കിൽ നിന്ന് UD ക്ലർക്കും പിന്നീട് ഇൻസ്പെക്ടറും പിന്നീട് സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ ആയതും എന്ന് മനസ്സിലായിട്ടും ഒരു നടപടിയും എടുക്കാതെ, ക്രിമിനൽ നടപടിയെടുക്കാതെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഒരു അച്ചടക്ക നടപടിയിലെടുക്കാൻ, ഒരു വകുപ്പ് തല അച്ചടക്ക നടപടിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള അന്വേഷണമാണ് എറണാകുളത്തെ ജോയിന്റ് കമ്മീഷണറെ കൊണ്ട് വീണ്ടും അന്വേഷിപ്പിക്കുന്നത്. അതിലുമുണ്ട് പ്രശ്നം. 1 മാസത്തിനകം റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ മാസം 3 കഴിഞ്ഞു. അതിലും നടപടിയില്ല. നികേഷ്, ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം, മതിയായ യോഗ്യതയുള്ള 100 കണക്കിന് ആളുകൾ പുറത്തു നിൽക്കുമ്പോഴാണ് മതിയായ യോഗ്യതയില്ലാത്ത വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി ജോലിയിൽ സ്ഥാനക്കയറ്റം നേടിയ ആളെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സർക്കാരിൻ്റെയും GST വകുപ്പിൻ്റെയും ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഗൗരവമുള്ള കാര്യം.